ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോളം കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് ചപ്പാത്തി ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു അടിപൊളി കറിയാണ്. ഇത് വേണമെങ്കിൽ ഒരു കുറുമയായിട്ടും നമുക്ക് പറയാം. അപ്പം ഞാനിവിടെ 3 ചോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ സ്റ്റാർട്ടിങ് വശം ഇത്തിരി ഉണങ്ങിയതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണോ അതനുസരിച്ച് ചോളമൊക്കെ എടുക്കാം. എൻ്റെ ഈ 3 എണ്ണ ഉള്ളായിരുന്നു. ചോളത്തിൻ്റെയൊക്കെ അളവ് കൂട്ടുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഞാൻ 1 ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒരെണ്ണം കൂടെ ചേർത്താലും കുഴപ്പമില്ല. എൻ്റെ ഈ ഒരെണ്ണേ ഉള്ളായിരുന്നു. പിന്നെ ഒരു 3-4 ടൊമാറ്റോ, ചെറുതായതുകൊണ്ട് അത്ര എടുത്തത്. വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മതി. എന്നിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സവാളയുടെ ഈ മോടവശത്തെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ, കട്ടിയുള്ള, അതെടുത്ത് കളയണേ. എല്ലാവർക്കും അറിയാം. ബൈ ചാൻസ് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അത് ഇരുന്നാൽ അത് കഴിക്കും. ഇങ്ങനെ എടുത്ത് കളയണം. അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായി കഴുകി എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കുക്കറിലിട്ടൊന്ന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു വിസിലടിച്ചെടുക്കാം. 1-2 വിസിൽ. ഇപ്പോൾ ടൊമാറ്റോ ഇതിപ്പോൾ ഒത്തിരി പഴുത്ത ടൊമാറ്റോ ആയതുകൊണ്ട് ഞാൻ 1 വിസിലേ അടിച്ചെടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അത് മൊത്തത്തിലങ്ങ് വെന്ത് പോവും. അതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് കൂടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ആദ്യം മറന്നുപോയി. 2 ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് ഒരു വിസിലടിച്ചെടുക്കാം. ഈ വെന്തത് നമുക്കിനി അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടല്ലേ, അതിങ്ങനെ ഒരു കിഴുത്തപ്പാത്രത്തിലിട്ട് ഇങ്ങനെ ഒന്ന് ഇടാം. എന്നിട്ട് താണ്ട ഞാൻ പറഞ്ഞില്ലേ, ആ ടൊമാറ്റോ അങ്ങ് നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് അതങ്ങ് നന്നായി വെന്ത് പോയി. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോയിൽ തൊലി എടുത്ത് കളയണം. ബാക്കിയെല്ലാം ഞാൻ കാണിക്കാം എന്തുവാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് പറക്കി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ടൊമാറ്റോയ്ക്കകത്ത് ഈ തൊലി ഇങ്ങനെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഞാൻ പറഞ്ഞില്ല, ക്യാരറ്റ് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഒരെണ്ണം നമുക്ക് ഇതിൻ്റെ അകത്ത് അരിഞ്ഞിടാനും ഒരെണ്ണം അല്ലാതെ പീസായിട്ട് ഇടാനും എടുക്കുവാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ സവാള, ടൊമാറ്റോ, ഇതെല്ലാം കൂടെ, കുറച്ച് ക്യാരറ്റ്, അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം തണുത്തതിന് ശേഷം. ഞാൻ ഒരു പിടി കാഷ്യൂനട്ട് അവിടെ വെള്ളത്തിൽ കൂത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കൂടെ ചേർത്താണ് ഇതിൽ അരയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ചോളം താണ്ട ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഒത്തിരി അങ്ങ് ഡീപ്പാക്കി അകത്തോട്ട് അരിയരുത്. അന്നേരം ആ കൂഞ്ഞൂടെ വരും. ആ കൂഞ്ഞ് വരരുത്. അതനുസരിച്ച് ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ടിച്ച് എടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞെവിടുന്നുണ്ടെങ്കിൽ അത് ഇതളായിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് ഇതെല്ലാം കൂടെ നമുക്കിങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് അത് ഇങ്ങനെ കണ്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കായി കോണ് വേണമെങ്കിൽ ഇതിനേക്കായി യൂസ് ചെയ്യാമേ. ഇച്ചിരി കടുക്, 1 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിലേക്ക് നമ്മൾ അരച്ച ആ പേസ്റ്റ് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ വെള്ളമൊക്കെ വറ്റി വരുന്നിടം വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ടൊമാറ്റോയിലൊക്കെ വെള്ളം വറ്റി ഒരു നല്ലൊരു മണം വരും. അതുവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ പോലും വേണ്ട, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്ന വരെ ചെറിയ തീരൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി വറ്റി അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച്, ഇത് ഒത്തിരി അങ്ങ് വെള്ളം പോലാക്കുന്ന കറിയല്ല, ഇത്തിരി തിക്കായിട്ടിരിക്കുന്ന കറിയാണ്. അതനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് അത് അടച്ച് വെച്ച് നമുക്ക് അതൊന്ന് അതിൻ്റെ അകത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു സ്വല്പം ഓയിലും ഇത്രയും ഞാൻ നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ആ ക്യാപ്സിക്കത്തിലെ അരിയൊക്കെ എടുത്ത് കളഞ്ഞതാണ്. അത് അരിയുന്നത് ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച കോണുണ്ടല്ലേ, അതുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങൊക്കെ കുറേ കൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാൻ 2 ചെറിയ ഉരുളൻകിഴങ്ങേ ചേർത്തുള്ളൂ. അപ്പോൾ അതുകൂടെ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഈ നെയ്യിൻ്റെ അകത്ത് ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം.
ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉരുളൻകിഴങ്ങിനൊക്കെ ഒത്തിരി കളർ കിട്ടാൻ വേണ്ടി. ക്യാരറ്റ് ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറവായിരുന്നത്, അതുകൊണ്ട് ഒരു ചെറിയ പീസ് 2-3 കഷ്ണമേ ഉള്ളൂ. അതുകൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് ഇത്തിരി കഷ്ണങ്ങളൊക്കെ കിട്ടുമ്പം കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ആ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം വെന്തതല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മസാല നമ്മൾ വെച്ചിരുന്നത് താണ്ട എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴറ്റിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനൊരു കൈപ്പിടിയോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ അണ്ടിപ്പരിപ്പ് കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ അണ്ടിപ്പരിപ്പ് കൂടെ ഇതിൽ ചേർക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് കസൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കസൂരി മേത്തിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പും ആ കളറൂടെ അങ്ങ് മാറും. ഇപ്പോൾ ഇച്ചിരി ചുമന്ന കളറല്ലേ, ഇത് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കളർ പോലെ വരും. ഈ കറി നമ്മൾ ചൂടോടെ ഇപ്പം നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ ഇത്തിരി ലൂസായിട്ടാണേലും ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പം ഇതൊന്നുകൂടെ അങ്ങ് കുറുകും. കാരണം നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ടേ. അപ്പോൾ ഇനി എന്നിട്ട് നിങ്ങൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാമേ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ അടിയിൽ നിന്നൊരു പുക വരട്ടെ. തിളയ്ക്കണ്ട, ഒരു പുക വരട്ടെ. പുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവി പോലെ വരത്തില്ലേ, അതുപോലെ. നമ്മൾ മോരൊക്കെ തിളപ്പിക്കത്തില്ലല്ലേ, ഇത്തിരി ഒന്ന് തിളയാകാറാവുമ്പോഴും നമ്മൾ നിർത്തത്തില്ലേ, അതുപോലെ ജസ്റ്റ് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു നല്ല യെല്ലോ കളറാണ് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതങ്ങ് ഓഫാക്കുക. ഇപ്പോൾ ഇത്രയും ചാറുണ്ടെങ്കിലും തണുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് കുറുകും. ഇത് കൂടുതൽ നമുക്ക് ചപ്പാത്തി, അപ്പം ഇതിനൊക്കെയാണ്, ഇടിയപ്പത്തിനൊക്കെയാണ് കഴിക്കാൻ നല്ലത്. അപ്പം ഞാൻ ചപ്പാത്തിയുടെ കൂടെ ഇന്നത് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായി, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.